ഏവർക്കും ക്രിസ്തു യേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൽ 3 മുതലുള്ള വാക്യങ്ങളാണ്. അക്കാലത്ത് സ്നാപക യോഹന്നാൻ മരുഭൂമിയിലൊന്ന് പ്രസംഗിച്ചു. കർത്താവിന് വഴിയൊരുക്കി അവന്റെ പാത നേരെയാക്കുവാൻ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് മനുഷ്യരിലേക്ക് കടന്നു വരാനുള്ള പാത കംപ്ലീറ്റ് തകർന്നിരുന്നു. മനുഷ്യന്റെ പാപത്താൽ ദൈവത്തിനും മനുഷ്യർക്കിടയിലുള്ള ആ വഴി നേരെയാക്കലായിരുന്നു സ്നാപക യോഹന്നാന്റെ ദൗത്യം. യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വന്ന് പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുവാനായി. എന്നാൽ ജെറുസലേമിലെയും എഫ്രൈം ദേശത്തെയും ജനങ്ങളെല്ലാം സ്നാപക യോഹന്നാൻ സ്നാനം ഏൽക്കുകയും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അവർ ഒരുങ്ങുകയും ചെയ്തു. അവർ പശ്ചാത്തപിച്ചു, അവരെ മനസ്സിനെ തുറന്നു വെച്ചു. അങ്ങനെ അവർ വചനം സ്വീകരിച്ചു, രക്ഷ പ്രാപിച്ചു, നിത്യജീവന്റെ അവകാശികളായി തീർന്നു. ഹല്ലേലൂയ. പ്രിയരേ, ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 10:41 മാർത്ത യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും അവൾ തന്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മാർത്തയുടെ ക്ഷണം സ്വീകരിച്ച് മാർത്തയുടെ വീട്ടിലെത്തിയ യേശുക്രിസ്തു അവിടെ ഇരിക്കുമ്പോൾ മറിയ എന്നുള്ള മാർത്തയുടെ സഹോദരി യേശുക്രിസ്തുവിന്റെ കാൽക്കൽ വന്നിരുന്ന് വചനം ശ്രവിക്കുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വാഗതം ചെയ്ത മാർത്ത യേശുക്രിസ്തുവിനെ സൽക്കരിക്കാനായി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന ഒരുക്കങ്ങളിലായിരുന്നു. അവൾ മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതയായിരുന്നു. എന്നാൽ മറിയാകട്ടെ യേശുക്രിസ്തു കാൽക്കൽ ഇരുന്ന് വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ മറിയയിലേക്ക് യേശുക്രിസ്തു എത്തിച്ചത് മാർത്തയായിരുന്നു. ഒരു ഭവനത്തിലേക്ക്, തന്റെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു എത്തിച്ചത് മാർത്തയായിരുന്നു. അതുപോലെ നമ്മുടെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു എത്തിക്കാൻ നമുക്ക് സാധിക്കണം. സ്നാപക യോഹന്നാന്റെ റോള്, ആ ജോലി നാം ഏറ്റെടുക്കണം. മാർത്തയുടെ ജോലി നാം ഏറ്റെടുക്കണം. അങ്ങനെ നമ്മുടെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു എന്ന വചനം കടന്നു വരികയും നമ്മളും നമ്മുടെ ഭവനവും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വേറെ ഒരു മാർത്തയായി, ഒരു മറിയയായി, ഒരു സ്നാപക യോഹന്നാനായി നമുക്ക് മാറാൻ കഴിയണം. യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനായി മറ്റുള്ളവർക്ക് കഴിയാനായി യേശുക്രിസ്തു അവർക്ക് മുന്നിൽ ഒരു വഴി ഒരുക്കാനായി നമുക്ക് സാധിക്കണം. ഇതിനായി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ള ആ വലിയ